അമ്മേ ഏമേ നീ മൈക്ക് ഓടിക്കറോ? അമ്മേന്റെ വീഡിയോയില് കൊറേ ദിവസമായാലും ഇല്ലാത്ത അമ്മ എന്താ വീഡിയോ ഒന്നും എടുക്കുന്നില്ല? യൂട്യൂബ് അടുത്തതല്ല, ഇത് ഈ മൈക്ക് ഒരു സൗണ്ട് ശരിയില്ല. ശരി, സൗണ്ട് ശരിയില്ലാത്തോണ്ടാ ഒരു മൈക്ക് ഒന്നും യൂസ് ചെയ്യാത്തത്. അത് സൗണ്ട് കുറവ് കറക്റ്റ് ഭയങ്കര കംപ്ലൈന്റ് വരുന്നു. ഒരു കര ഉണ്ടല്ലേ? കര ഒരു പനീരുള്ളിൽ കൂടിയ പോലത്തെ സൗണ്ട്. അങ്ങനെ പറയുന്നു. പാനീരുള്ളില് നമ്മ ഉള്ളിലേക്ക് സൗണ്ട് ആക്കുമ്പോ ഇല്ലേ, ഇപ്പൊ ഒരു റീൽസ് കണ്ടിട്ടേ ഒരു പാത്രത്തിന്റെ ഉള്ളിൽ തുറന്നിട്ടല്ലേ അതുപോലെ അങ്ങനത്തെ സൗണ്ട് വരുന്നോലും. അപ്പോ അത് ശരിയില്ല എന്ന് പറയുന്ന എല്ലാരും. വീഡിയോ എടുക്കുന്നത് നിർത്തിയിട്ടില്ലപ്പ. ഒരു മൈക്ക് മേടിക്കണമെന്നുണ്ട്. നോക്കാം. ഇത് പിന്നെ സാധാ മൈക്കല്ലേ, ചെറിയ പൈസയുടെ മൈക്ക്. പിന്നെ യൂട്യൂബ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവില്ലയോ ഒന്നും അറിയില്ലല്ലോ. യൂട്യൂബ് ഇപ്പൊ വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടോ? വീഡിയോ എടുക്കാൻ നല്ലോണം താല്പര്യമുണ്ട്. എന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ അച്ഛൻ എന്തോ പറയുന്നുണ്ട്. എന്താ റീൽസിലാണ് കൂടുതൽ, ഷോർട്സ് ഷോർട്സിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. വീഡിയോക്ക് അത്ര വലിയ ഇത് കൊടുക്കുന്നില്ല. യൂട്യൂബില് വീഡിയോ ക്ലിക്ക് ആവുന്നില്ല എന്ന് പറയുന്നത് അല്ലെ? ക്ലിക്ക് ആവുന്നത്, പക്ഷെ റീൽസ് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് റീൽസിന് പറഞ്ഞേ അതെന്താ പറഞ്ഞാല് റീൽസിന് വ്യൂവേഴ്സ് കൂടുതൽ. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു സമയം കുറച്ചല്ലേ വേണ്ടു. മറ്റേതാകുമ്പോ നമ്മ ഇപ്പൊ പുതിയതല്ലേ, അപ്പൊ പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അത് പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതും കുറച്ച് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുമായിരിക്കും. കൂടണമല്ലോ, ജനങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം. നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്തെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എന്തെന്നിപ്പാ ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ ഷവർമയല്ല, അത് നേരത്തെ തിന്നൂലേ? പിന്നെ ഇനി എന്ത് സർപ്രൈസ് അല്ലുവിനോട് ചോദിക്കാം. അല്ലു, നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ? എപ്പോഴും ടാബിൽ തന്നെ. അതെ, അച്ഛാ, നമുക്ക് അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ? അമ്മ ഒരു സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് സർപ്രൈസ് നമുക്ക് എടുക്കാം. ഇതിന്റെ ഉള്ളിലാണ്. അത് ശരി. ഇതെന്തെന്ന് സാധനം? ഇത് നൂണിന്റെ ഒരു സാധനം. അതിന്റെ പൊട്ടിക്കല്ല. ഇത് എങ്ങനെ ഓർഡർ ആക്കിയെന്ന് പറഞ്ഞാല് ഇന്നലെ രാത്രി ഓർഡർ ആക്കി 1 മണിക്കൂറിനുള്ളിൽ സാധനം എത്തി. ഇലക്ട്രോണിക് സാധനം. നൂണിന്റെ സൂപ്പർ മാള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. വേഗം എത്തും. ഒരേ ദിവസം ഡെലിവറി, റിട്ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ. അത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പൊ തുറന്നോ, എന്തെന്ന് നോക്കാം ആകാംക്ഷയോടെ. അത് ചെലപ്പോ എല്ലാം കൂടി താഴേക്ക് പോയിട്ടാവും. മെല്ലെ മെല്ലെ ഇതാക്കണം. ഒരു മിനിറ്റ് ഇതെല്ലാം ഇവിടെ വെക്കട്ടെ, നോക്കാലോ. ഇതൊന്ന് നീലി കളർ പെൻസിലിൻ്റെതല്ലോ. ശരി, നീ എന്നെ പിന്നെയും ഇല്ല, നീ എന്നെ പിന്നെയും സ്കൂളിൽ ചേർക്കേണ്ട പരിപാടിയൊന്നും. ബാക്ക് ടു സ്കൂള്. അതെ, ഇത് എനക്കൊരു സർപ്രൈസ്. ചിലപ്പോ സ്കൂൾ ഇപ്പൊ ഇവിടെ തുറന്നതല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും. അങ്ങനെ ആവല്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം സ്കൂളിൽ ഞാൻ കൊറേ വിട്ടതല്ലേ, പിന്നെ എന്നെ നിങ്ങൾ ആദ്യം സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഇതെന്തെന്ന് സംഭവം? മൈക്കാ? അടിപൊളി. അപ്പൊ ഇതിപ്പോ നീ ഓർഡർ ആക്കിയേ? ഇത് ഇന്നലെ രാത്രി നിങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോ ഞാൻ ഓർഡർ ആക്കി. ഞാൻ കിടക്കുമ്പോഴത്തേക്ക് സാധനം വന്നു. സംഭവം ചോറുണ്ട്. അപ്പൊ ഇത് തുറക്ക്, നോക്കാം. നമുക്ക് അൺബോക്സിങ് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ചെയ്യാട്ടോ. ശരി. ഇതാണ് നമ്മളെ പുതിയ മൈക്ക്. ഏത് കമ്പനിയുടെ? ഹോളി ലാൻഡ്.
ഹോളിലാൻഡിന്റെ M2 എന്ന് പറഞ്ഞിട്ടുള്ളത്. തുറക്ക്. പിന്നൊന്നും വേണ്ടേ, തുറക്കാനൊന്നും വേണ്ടേ? ഞാനെന്ത് കൈകൊണ്ട് തന്നെ. അതെയാ, ഇവിടെ വെച്ച് തുറക്കിപ്പോ. ഇതല്ലേ ഓപ്പണായി ഓപ്പണായി ഓപ്പണായി. അല്ലോ നീമ്പോ അതിന്റെ സംഭവം ഒന്നും അറിയുന്നില്ലേ എനിക്ക്. സീസർ. നീ ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇരിക്കറോ? അച്ഛന് അൺബോക്സിങ് കാണാൻ വേണ്ടിട്ട് സാധനം എന്തെല്ലോ ഇല്ലേ? മൈക്ക് 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 എന്ന് കൊറേ. മൈക്കല്ലേ പുതിയത്? ആ ശരിയാ. മ്യൂസിക്കല്ലോ ഇടല്ലോ. ഇത് യൂട്യൂബിന്റെ മറ്റേ നമുക്ക് ഇതെന്ന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ മാതിരി. അപ്പൊ ഇതില് വരുന്നത് ചെറിയ ഇത് വരുന്നുണ്ട്, ഹോളിലാൻഡിന്റെ കാർഡ്, ആഫ്റ്റർ സെയിൽസ് കാർഡ്. എന്തെന്ന് സംഭവം? വെറുതെ പിന്നെ കൊറേ സ്റ്റിക്കർ, കൊറേ ടൈപ്പ് സ്റ്റിക്കർ. ഇതാ മൈക്കിന് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിട്ട്, നമ്മളിവിടെ വെക്കുന്ന ബട്ടൺ അതിന് വെക്കാൻ വേണ്ടി. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ സ്റ്റിക്കർ വേറെ സെപ്പറേറ്റ് വരുന്നതാണല്ലേ. പാക്കിംഗ് ലിസ്റ്റ് ഒക്കെയാണ് സാധനങ്ങൾ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. മൈക്കിന്റെ പെട്ടി അടക്കം ഉള്ളതല്ലേ ഇതിന്റെ അകത്തല്ലേ? ഇതിന്റെ അകത്താണ് മൈക്കെല്ലാം വരുന്നത്. കൊറേ ആയി മൈക്ക് മൈക്ക് മൈക്ക്, ഇത് ശരിയില്ല ശരിയില്ല. അല്ല, നിങ്ങ തന്നെ പറയുന്നു മൈക്ക് ശരിയില്ല, അമ്മ വില കുറഞ്ഞത് വാങ്ങിച്ചു. മാഗ്നറ്റിക്. അപ്പൊ ആകെ ഇത്രേ ഉള്ളൂ സാധനം. ഇതെല്ലാം മാഗ്നറ്റിക് ടൈപ്പ് വന്നിട്ടതാ. അതല്ല ഇതില് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പോലെ. ഇതിലെന്നെ വെച്ചിട്ട് ചാർജ് ആക്കുന്നത്. കുത്താൻ പറ്റും. ഇതില് കുത്താൻ പറ്റും അല്ലേ? ഇതില്ലതാ, ഇങ്ങനെ വെക്കുമ്പോ തന്നെ മാഗ്നറ്റിൽ പോയി. അത് ശരി, ഈനാണ് ചാർജിങ്ങിന് വെക്കുന്നത് അല്ലേ? ഫുൾ ചാർജ് ഇതിന്റെ സൈഡില്. അപ്പൊ ഇതില് ഇനി വേറൊന്നുമില്ല. ഇനി ഇത്ര വലിയ പെട്ടിയുടെ ആവശ്യം പെട്ടി വലുത് തന്നിനവര്, എന്തിനെന്നറിയില്ല. ഇതിൽ വരുന്നത് എന്തോ ഉണ്ട്, കവറുണ്ട്, കവർ ഇതിനുള്ള. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ അവര് ഇത്ര വലിയ പെട്ടി വെക്കുവോ? ഒളിഞ്ഞ കിടപ്പുണ്ട്. ചാർജിങ് വയർ അല്ലേ ഇത്? പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്താ പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ മൊബൈല് ഇങ്ങനാണല്ലോ. പാക്കറ്റിൽ എന്തെന്ന് നോക്കണം ഇനിയിപ്പോ. അല്ല, നമ്മളെ നൂണില് മേടിച്ചിട്ട് നല്ല അടിപൊളി സംഭവം അതിനല്ലേ. നൂണിപ്പോ അടിച്ചു കേറുന്നുണ്ട്. ഇത് മറ്റേ നമ്മളെ പഴയ മൈക്കിനുള്ള പോലെ തന്നെ ഒരു തൂവല് പോലത്തെ സാധനം. സൗണ്ട് അതിന്റെ ആവശ്യമില്ല ശരിക്ക്. ഇത് പിന്നെ റൗണ്ട് അല്ലേ? ഇത് മൈക്ക് മറ്റേ കഴുത്തിൽ ഇടാൻ വേണ്ടിട്ട്. എനിക്കൊന്ന് മാഗ്നറ്റ് ആണ്. അത് ഇതിന്റെ മാഗ്നറ്റ് എന്തെങ്കിലും നോക്കട്ടെ. ഇപ്പൊ ഐഫോണിന്റെ പിന്നെ ഇതുപോലെ വരുന്നല്ലോ. ഐഫോണിന്റെതും ഇതേപോലെ വരാൻ തുടങ്ങിയില്ലേ? എന്ത് സംഭവം? ഇത് ക്ലിപ്പാണ്, ക്ലിപ്പ്. നമുക്ക് മറ്റേ ഇതാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് അത് വെക്കാനല്ലേ? അങ്ങനെയല്ലേ ഇത് സംഭവം? ഇത് ഇതിന്റെ കോണ്ടാക്ട് ഇതുണ്ടല്ലേ, സേഫ്റ്റി പേപ്പർ ഇട്ടിട്ട് ഇളക്കണം, നല്ല ചാർജിങ് ആവുള്ളൂ അല്ലേ? അല്ല അതെയാ, അങ്ങനെയാ?
ഇതിങ്ങനെ ഉം. പാഞ്ഞു കയറുന്നില്ല ഉള്ളിലേക്ക്. അതെ. ആ അത് പക്ഷെ പിന്നെ അത് അങ്ങനെ അങ്ങനെയല്ല അച്ഛാ. ആ അങ്ങനെയല്ല. ആ അങ്ങനെ അങ്ങനെ. ഓട്ടം. Yes. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ അൺബോക്സിംഗ്. അൺബോക്സിങ് ഇൻബോക്സിങ് ആയി. ഓക്കെ ബൈ. അപ്പൊ ഇന്ന് മുതല് പുതിയ വീഡിയോകൾ ക്ലിയർ വോയിസ്. ക്ലിയർ വോയിസ്. ക്ലിയർ വോയിസ്. ഓക്കെ ബൈ ബൈ. ബൈ ബൈ.